എല്ലാവർക്കും പച്ചക്കല്ല കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നൊരു പുഡിംഗാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ കളർഫുൾ ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു പുഡിംഗാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് ഞാൻ സ്റ്റൗ കത്തിച്ചു കൊടുത്ത് ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഞാനൊരു 4-5 ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഉണക്കി എടുത്ത് ശേഖരിച്ച് വെച്ചിരുന്ന പൂവാണ്. നമുക്കിതുപോലെ ഇങ്ങനെ ഉണക്കി നമുക്കിവിടെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഞാൻ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഞാൻ പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപരാജിത പൂ എന്നാണ് ഹിന്ദിയിൽ ഇതിന് പറയുന്നത്. ഹിന്ദിയിൽ ഇതിൻ്റെ പേര് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പൂവിൻ്റെ കളറൊക്കെ ഒന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ പൂവിൻ്റെ കളറെല്ലാം നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി നല്ല ബ്ലൂ കളർ വെള്ളമായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഇതൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ശംഖുപുഷ്പം ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. നമുക്ക് ഈ ശംഖുപുഷ്പത്തിൻ്റെ ടീ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. അതുപോലെ പിഗ്മെൻറ്റേഷനും സ്കിൻ അലർജിയൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഇതിൻ്റെ വെള്ളം കുടിക്കുന്നത്. ആ വെള്ളം തന്നെ ഞാൻ ആ പാത്രത്തിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുത്ത് സ്റ്റൗ ഞാൻ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അഗർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ജെലാറ്റിൻ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കി അതിന് ശേഷം ഇത് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് കലക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് കട്ട പിടിച്ച് ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് കലക്കി നമുക്ക് ഇപ്പം നന്നായിട്ട് അലിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം ഒരു ഡിഷിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ബബിൾസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതങ്ങ് കോരി മാറ്റാവുന്നതാണ്. അല്ലെങ്കിൽ തണുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവത്തില്ല കാണാൻ. ഇപ്പം ഞാൻ ഈ ബൗൾസൊക്കെ ഞാൻ കോരി മാറ്റി കളയുന്നുണ്ട്. നമുക്ക് ഈ വെള്ളം തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ മധുരത്തിന് ആവശ്യമായിട്ട് 1/4 കപ്പ് നമ്മൾ കൽക്കണ്ടം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കൽക്കണ്ടം ഒരുപാട് നല്ലതാണ്. ഒരുപാട് കെമിക്കൽ കുറവാണ് പഞ്ചസാരയെക്കാട്ടിലും. അതുകൊണ്ട് ജ്യൂസൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് കൽക്കണ്ടം ഉപയോഗിച്ച് ജ്യൂസ് തയ്യാറാക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മിൽക്ക് പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കലക്കി കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അഗർ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ഗ്യാസ് സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടിത് കലക്കി കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതിന് പാത്രത്തിന് അടിയിൽ കട്ട പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നന്നായിട്ട് കലക്കിയതിന് ശേഷം സ്റ്റൗ കൂട്ടി വെച്ച് പാല് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് പാല് തിളയ്ക്കുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഒരുപാട് തിളപ്പിച്ച് വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമുക്കിവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ചിരുന്ന വെള്ളം ഇവിടെ തണുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള ബ്ലൂ കളറിലുള്ള ജെല്ലി നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും പുഡിംഗ് തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ ശംഖുപുഷ്പത്തിൻ്റെ ടീ എന്നുണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ കുടിക്കാൻ ഒരു ചാൻസും ഇല്ല. അപ്പോൾ നല്ല കളർഫുള്ളാണ്. ഇത് കാണുമ്പോൾ തന്നെ കുട്ടികൾ കഴിച്ചോളും. അപ്പം നമുക്ക് തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പം നമുക്ക് ഇനി ഒരു ഡിഷ് എടുത്ത് ഞാൻ ഈ ജെല്ലി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഒരു ഡിഷ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജെല്ലികൾ നമുക്ക് തയ്യാറാക്കിയ ജെല്ലി ഞാനിത് ഈ ഡിഷിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിന് മുകളിൽ നമ്മൾ കാച്ചി വെച്ചിരുന്ന പാൽ കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം പാല് നന്നായിട്ട് ചൂടൊന്നും മാറി വന്നിട്ടില്ല. ഒരു ചെറുതായി ചൂടൊന്നും മാറിയിട്ടേ ഉള്ളൂ. നമുക്കൊരു അരിപ്പയിലൂടെ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും പാടയോ കട്ടകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു അരിപ്പ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിൽ നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന ജെല്ലി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക്
റൂം ടെമ്പറേച്ചർ ആവുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം റൂം ടെമ്പറേച്ചർ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ജെല്ലി ഇവിടെ നല്ല തണുത്ത്, നമ്മുടെ പുഡിംഗ് ഇവിടെ നല്ല തണുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് നമുക്കൊരു ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. ഞാനൊരു സ്പാച്ചില ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു ഡിഷിലേക്ക് ഡിമോൾഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന സമയത്തും ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഇതേ രീതിയിൽ പുഡിങ് തയ്യാറാക്കാവുന്നതാണ്. വളരെ കളർഫുള്ളായിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത്ര കളർഫുള്ളായിട്ടുള്ളൊരു പുഡിങ്ങാണെന്ന്. അതുപോലെ കട്ട് ചെയ്യാനും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. വായിലിട്ടാൽ തന്നെ അങ്ങ് അലിഞ്ഞു പോകുന്ന ഒരു പുഡിങ്ങാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.